ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ജനുവരി 9 വ്യാഴാഴ്ച തിയേറ്ററെത്തി ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് രേഖാചിത്രം. ഈ മിസ്റ്ററി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ചിത്രത്തിന്റെ 10ാം ദിവസം കൂടിയായ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസത്തെ കേരള കളക്ഷൻ 17 കോടി 65 ലക്ഷം രൂപയായിരുന്നു. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 19 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രേഖാചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 9 ദിവസം കൊണ്ട് 40 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 10ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം പിന്നിടുമ്പോൾ 43 കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ഡാർക്ക് ഹ്യൂമർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശബരീഷ് വർമ്മ, നിയാസ് ബക്കർ, ശിവജിത്ത് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി 1 കോടി 70 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച 80 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 2.5 കോടി കേരള കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ 3ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 80 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. നിലവിൽ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി 3 കോടി 30 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 5 കോടിക്ക് മുകളിലായിരുന്നു. 3ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും 2 കോടി റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 7 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് താഴെയാണ്. മമ്മൂട്ടി നായകനെ ഐ വി ശശി സംവിധാനം ചെയ്ത് 1986 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ആവനാഴി. 4K റീമാസ്റ്റർ പതിപ്പായി ആവനാഴി ഇന്നലെ വീണ്ടും റിലീസ് ചെയ്തിരുന്നു. നിലവിൽ 4Kയിൽ തിയേറ്ററിലെത്തിയ ആവനാഴി എന്ന സിനിമയ്ക്കും യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാനായിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിലവിൽ മലയാളികൾക്ക് 4K റീമാസ്റ്റർ പതിപ്പായി റിലീസായി തിയേറ്ററിലെത്തുന്ന സിനിമകളോട് മടുപ്പ് തോന്നിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് ബോധ്യമാക്കുന്നത്. അതേസമയം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെറ്റ്സ് ഈ ജനുവരി 23-നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഗൗതം വാസുദേവനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ്, വിജയ് ബാബു, വിജയ് വെങ്കടേഷ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ കേരളത്തിലെ സ്ക്രീൻ കൗണ്ട് സംബന്ധമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 200ഓളം തിയേറ്ററിലായി 220ഓളം സ്ക്രീനുകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. മീനാക്ഷി നായികയെ അനൂപ് പുരുഷോത്ത് സംവിധാനം ചെയ്ത സൂപ്പർ ജിമിനി എന്ന സിനിമ ജനുവരി 24-ന് തിയേറ്ററിലെത്തുകയാണ്. റിതം ക്രിയേഷൻസിന്റെ മറയിൽ രാജേഷ് മലയാലപ്പുഴ നിർമ്മിച്ച ഈ സിനിമയുടെ പ്രോമോ സോങ് ഇന്ന് യൂട്യൂബിലൂടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മോഹൻലാൽ ശോഭന ജോഡികൾ വീണ്ടും ഒരുമിക്കുന്ന തുടരും എന്ന സിനിമ ജനുവരി 30-നാണ് തിയേറ്ററിലെത്തുന്നത്. KR സുനിലിന്റെ തിരക്കഥയിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, നന്ദു, ഇർഷാദ്, ആർഷ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ബേസിൽ ജോസഫ് നായകനാകുന്ന പൊന്മാൻ എന്ന സിനിമ ഫെബ്രുവരി 6-നാണ് തിയേറ്ററിലെത്തുന്നത്. ജ്യോതി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സജിൻ ഗോപു, ലിജമോൾ ജോസ്, ദീപക് പറമ്പോൾ, ആനന്ദ് മന്മഥൻ, രാജേഷ് ശർമ്മ, ജയ കുറുപ്പ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ഫെബ്രുവരി 14-ന് 4 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. മമ്മൂട്ടി നായകനെ ഡിനോ ടെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഫഹദ് ഫാസിൽ നിർമ്മാണ പങ്കാളിയാകുന്ന പൈങ്കിളി എന്ന സിനിമ ഫെബ്രുവരി 14-ന് തിയേറ്ററിലെത്തുകയാണ്. ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ഈ സിനിമ ശ്രീജിത്ത് ബാബുവാണ് സംവിധാനം ചെയ്യുന്നത്. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. സോഫിയ പോൾ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ദാവീദ് ഫെബ്രുവരി 14-ന് തിയേറ്ററിലെത്തുകയാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ഈ സിനിമ ഗോവിന്ദ് വിഷ്ണുവാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു, ദീപു രാജീവൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, കിച്ചു ടെല്ലസ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. അർജുൻ അശോകൻ നായകനായി അരുൺ ഡി സംവിധാനം ചെയ്യുന്ന ബ്രോമൻസ് എന്ന സിനിമ ഫെബ്രുവരി 14-ന് തിയേറ്ററിലെത്തുന്നു. മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പുതിയ സിനിമകളുടേതായ ഒട്ടനവധി അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾ ഉൾപ്പെടെ കളക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.